എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു രുചികരമായ ഒരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ മുൻപ് നമ്മളുടെ ചാനലിൽ നമ്മൾ കടലക്കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. ഇത് അതുപോലെ തന്നെ മസാല ചേർത്തുള്ള ഒരു കടലക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്താത്തവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെക്കുന്ന കറി ആയിരിക്കും. എന്നാൽ കൂടി ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുത്ത കടലയാണ്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് തിളച്ച വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടല അതുപോലെ തന്നെ ചെറുപയർ, വമ്പയർ അങ്ങനെയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കുക്കർ അടച്ച് വെച്ചിരുന്ന ആവശ്യത്തിന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ഈ കടലേൻ്റെ കൂടെ ഞാൻ വേറൊന്നും തന്നെ ചേർക്കാതെയാണ് വേവിക്കുന്ന. കടല മാത്രം ഇട്ട് അതൊന്ന് വിസിലടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതിലേക്ക് മസാല ചേർക്കാൻ വേണ്ടിയിട്ട്, മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോള, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം, പച്ച കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതിൽ ഈ പച്ച കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകവും നല്ല സ്പെഷ്യലായിട്ടുള്ള ഈ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇതൊന്ന് വഴറ്റിയെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ ഈ മസാലകളൊക്കെ ഇട്ടുള്ള കറി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, എല്ലാം തീ വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് കരിഞ്ഞു പോകല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം കൂടി, പെരുംജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഈ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. സവോളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവോളയും കൂടി ഒന്ന് വഴന്ന് വരണം. അത്രയും സമയം നിന്ന് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട്, അപ്പോൾ ഈ സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവോളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് അത്യാവശ്യം സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. അത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഇത്രയും മസാലകളാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 2-3 മിനിറ്റോളം എടുത്തിട്ട് നമ്മൾ ഈ മസാലപ്പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ അല്ലാതെ തന്നെ വറക്കാതെ മസാലകൾ ചേർക്കുന്നതും വറുത്ത് കറി മസാലപ്പൊടി ചേർത്ത് കറി വെക്കുന്നതുമായിട്ടൊക്കെ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എന്നാലും നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ ഈ തക്കാളിയിലെ വെള്ളം കൂടി ചേരുമ്പോഴത്തേക്കും നമ്മുടെ മസാല അങ്ങനെ മൂത്ത് കിട്ടില്ല. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അത് അവിടെ ഇരുന്ന് ആവട്ടെ. ഇപ്പോഴത്തേക്ക് ഇതേ കടല നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചെറിയ കടലയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കടലയാണ്. അപ്പോൾ ഈ കടലയും കൂടി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കടലക്കറി തയ്യാറാക്കാനുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡിയായതുണ്ടോ. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ നല്ല മസാലേൻ്റെ മേളിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്തിട്ട് അതിൽ വെന്ത വെള്ളം ഒഴിക്കാതെ നല്ല ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ ആ കടലേൻ്റെ മസാല നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് കറി വേണ്ടവർക്കാണെങ്കിൽ മാത്രം കടല വേവിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയാലും 2 ടൈപ്പിലും നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അപ്പത്തിന് വേണ്ടി തയ്യാറാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ചാറ് വേണം. അതുകൊണ്ട് കടല വേവിച്ച വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കടല വേവിച്ചു, മസാലയും വെന്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ നമ്മളിതിലേക്കിനി ഒരുപാട് നേരം ഇനി അടുപ്പത്ത് വെച്ച് അത് കുറുകിച്ചെടുക്കുകയൊന്നും വേണ്ട. ചാറ് വേണ്ടാത്തവർ നമ്മൾ അതിൽ വേവിച്ച വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചാറോട് കൂടി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഈ വെന്ത് കഴിഞ്ഞ ശേഷം മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്ന കറി ആയതുകൊണ്ടാണ് കുട്ടികളുടെ വീട്ടിലൊക്കെ എരിവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിടുക. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. മസാലയിൽ ചേർക്കുന്ന കുരുമുളക് പൊടിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിൻ്റെയും
ഒക്കെ എണ്ണ ഒക്കെ ഒന്ന് കുറച്ചിട്ട് പിന്നെ അളവുകളൊക്കെ ഒന്ന് കുറച്ചിട്ടൊന്ന് നമ്മുടെ പാകത്തിനാക്കിയെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മുടെ എന്താ പറയുക, എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ, ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത പച്ചക്കുരുമുളകും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, ആ ഒരു മസാലേൻ്റെ അടിപൊളി ഫ്ലേവർ നമ്മളെ കറിക്ക് ഒരു കിടിലനായിട്ടുള്ള ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ടാറ്റാ.